ഈസി ആയിട്ട് എങ്ങനെ സാരി ഉടുക്കാന്ന് നോക്കിയാലോ. എത്ര വീഡിയോസ് കണ്ടിട്ടും മനസ്സിലാവില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയാട്ടോ ഈ വീഡിയോ. അപ്പോൾ ഏത് സാരി ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഉടുത്താൽ മതിയായിരിക്കും. ഇത് ശരിക്കും ഇപ്പോൾ ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പുവശം എടുത്തിട്ട് നമ്മൾ വലത് സൈഡിലാണ് കുത്തി കൊടുക്കുന്നത്. വലത് സൈഡിൽ കുത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഈ കോട്ടൺ സാരി അതേപോലെ കുറച്ച് കട്ടിയുള്ള സാരികൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇടുപ്പ് വശം നല്ല തടിച്ചിരിക്കാണ്ടിരിക്കണമെങ്കിൽ ഇതേപോലെ ഫോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് ചുറ്റിയെടുക്കാം. റൗണ്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പല്ലു എടുക്കണം കേട്ടോ. അത് ഒന്നുകൂടി നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് വെക്കാവേ. ഇനി നമുക്ക് നോക്കേണ്ടത് പല്ലുവിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. ഷോൾഡറിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണമെന്നുള്ളതൊക്കെ നോർമലി നമ്മുടെ ഇവിടെയുള്ള മസിലിൻ്റെ അവിടെ വരെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. പിന്നെ പലരും പല രീതിക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഇനി നമുക്ക് പല്ലുവിൽ പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ്സ് നമുക്ക് ഫസ്റ്റത്തെ ഒരു പ്ലീറ്റ് വലുതായിട്ടും, വലുത് മീൻസ് അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര വലുത്, ബാക്കിയെല്ലാം അതിൻ്റെ പുറകിൽ ചെറുതായിട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള സാരി ഡ്രൈപ്പിംഗ് ആയിട്ടോ, ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ടേബിളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ടാവുക. ഇത് നമുക്ക് ഷോൾഡറിൽ തന്നെ വെച്ചിട്ട് ആ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിൻ ചെയ്യുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് വേണ്ടിട്ട് അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് നമുക്കിത് പിൻ ചെയ്ത് കൊടുക്കാവേ. ഫസ്റ്റ് ഷോൾഡറിൽ പല്ലു പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈഡ് പോർഷൻ നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലീറ്റ്സ് എല്ലാം ചെസ്റ്റിൽ ആദ്യം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. അതിന് ശേഷം വേണം നമുക്ക് സൈഡ് പോർഷൻ വലിക്കാൻ വേണ്ടിയിട്ട്. സൈഡ് പോർഷൻ വലിക്കുമ്പോൾ നമുക്ക് എത്ര ടൈറ്റാക്കി വലിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് വേണം വലിക്കാൻ. സൈഡ് കുത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ മുതൽ കൈപ്പത്തി വരെയുള്ള ആ ലെങ്ത്തിൽ അത്രയുള്ള ഒരു പോർഷൻ വിട്ടിട്ട് വേണം ബാക്കി നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നല്ല ഒരേ ലെവലിൽ നമ്മൾ എടുത്ത് കൊടുക്കണേ. കയറി ഇറങ്ങിയൊന്നും അല്ലാണ്ട് എല്ലാം ഒരേ ലെവലിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഒരേ ലെവലിൽ എടുത്ത് കൊടുത്തിട്ട് വേണം. പിന്നെ ഈ ലാസ്റ്റത്തെ പോർഷൻ നമ്മളൊക്കെ എപ്പോഴും എത്തിച്ച് വലിക്കാൻ നോക്കും. പക്ഷേ അങ്ങനെ എത്തിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിടർന്ന് നിൽക്കത്തുള്ളൂ, ഒതുങ്ങി കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രണ്ടിലൊരു പോർഷൻ നമ്മൾ ഒരെണ്ണം വിട്ടിട്ട് അത് എത്ര ടൈറ്റായിട്ട് സൈഡിലേക്ക് വലിക്കാവോ അത്രയും ടൈറ്റായിട്ട് വലിച്ചിട്ട് ഒരു വലിയ പ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ നേവലിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇത് ടക്കിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടക്കിൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കൈ ഇറക്കിയിട്ട് അതെല്ലാം നല്ലൊന്ന് നിരത്തി ഇങ്ങനെ ലെവലാക്കി ഇട്ട് കൊടുക്കണം. അവിടെ ഇങ്ങനെ തടിച്ച് നിൽക്കാണ്ട്. ഇപ്പം കണ്ടാൽ മനസ്സിലാവും സൈഡിൽ നമുക്ക് ഒത്തിരി മെറ്റീരിയൽ ബാക്കി വന്നിട്ടില്ല. ഇനി സൈഡ് പോർഷന് വേണ്ടിയിട്ട് ഇതേപോലെ ആ സൈഡിലൊരു ഹോൾ ഉണ്ടാവും. അതുവഴി നമുക്ക് ഈ പോർഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് സൈഡിൽ കുത്താട്ടോ. ഇനി അല്ലാണ്ട് നമുക്ക് സൈഡ് പോർഷൻ പിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ക്യാഷ്വൽ ആയിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി എല്ലാം ഒന്ന് വലിച്ചിട്ട് താഴത്തേക്ക് ഒന്ന് ടൈറ്റ്. അപ്പം അങ്ങനെ വലിച്ചിടുമ്പോൾ താഴെ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടുവേ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഈ ഫ്രണ്ടിലെ ഈ ഫസ്റ്റത്തെ പ്ലീറ്റ് ഇങ്ങനെ വലിച്ചല്ലാണ്ട് അത് ഇതേപോലെ ഒരു സെൻറ്ററിലായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ബേസിക് ആയിട്ട് അതേപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും പറ്റിയ രീതിയാണ് ഇത്. അല്ലാണ്ട് ഇതിൽ തന്നെ നമ്മുടെ പല്ലുവിലെ പ്ലീറ്റ് എടുക്കുന്നതും സൈഡ് പോർഷൻ എടുക്കുന്നതൊക്കെ വേറെ ഉണ്ട്. അപ്പം ഞാൻ പല വീഡിയോസും അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇത് മാറിപ്പോവാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആകെ ഒരൊറ്റ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് DM ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.